നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. നിലമ്പൂരിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. മത്സരരംഗത്ത് 10 സ്ഥാനാർത്ഥികൾ. അൻവറിന്റെ അപരനടക്കം 4 പേർ പത്രിക പിൻവലിച്ചു. PV അൻവറിന് കത്രിക ചിഹ്നം. മത്സരരംഗത്ത് സജീവമാകുമെന്ന് അൻവർ. രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷം ബഹിഷ്കരിച്ച് കൃഷിമന്ത്രി P. പ്രസാദ്. വേദിയിൽ RSS പരിപാടിയിലെ ഭാരതമാതാവിന്റെ ചിത്രങ്ങളെന്ന ആരോപണം. ചിത്രം നീക്കണമെന്ന ആവശ്യം രാജ്ഭവൻ തള്ളി. മന്ത്രിമാർ പങ്കെടുക്കാത്തതിൽ ഗവർണർക്ക് പ്രതിഷേധം. ഗവർണറെ ഉപയോഗിച്ച് കാവ്യവൽക്കരണത്തിന്റെ അജണ്ട RSS നടപ്പിലാക്കുന്നുവെന്ന് MV ഗോവിന്ദൻ. ബംഗളൂരു ദുരന്തത്തിൽ സ്വമേധയാ കേസെടുത്ത് കർണാടക ഹൈക്കോടതി. സൗജന്യ പ്രവേശനമെന്ന അറിയിപ്പ് ദുരന്തത്തിന് കാരണമായെന്ന് സർക്കാർ വിശദീകരണം. റാലി സംഘടിപ്പിച്ചത് പോലീസ് അനുമതി ഇല്ലാതെയെന്ന് റിപ്പോർട്ട്. കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും RCBക്കും ആഘോഷ പരിപാടി നടത്തിയ സംഘാടകർക്കും നോട്ടീസ് നൽകും. സംസ്ഥാനത്ത് ബക്രീദ് അവധി ശനിയാഴ്ച മാത്രം. സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഉൾപ്പെടെ നാളെ പ്രവൃത്തി ദിനം. തീരുമാനം ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ. പ്രതിഷേധവുമായി മുസ്ലിം ലീഗ്. വിവാദം അനാവശ്യമെന്ന് മന്ത്രി P. രാജീവ്. കൊച്ചി കടലിൽ മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറിനുള്ളിലെ വിവരങ്ങൾ പുറത്തുവിട്ട് സംസ്ഥാന സർക്കാർ. 13 കണ്ടെയ്നറിൽ കാൽസ്യം കാർബൈഡും, 4 കണ്ടെയ്നറിൽ കശുവണ്ടിയും, 46 കണ്ടെയ്നറിൽ തേങ്ങയും കശുവണ്ടിയും, 87 കണ്ടെയ്നറിൽ തടിയുമെന്ന് ഹൈക്കോടതിയിൽ സർക്കാരിന്റെ റിപ്പോർട്ട്. നരേന്ദ്ര കീഴടങ്ങൂ എന്ന രാഹുലിന്റെ പരാമർശത്തെ പരോക്ഷമായി തള്ളി ശശി തരൂർ. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റിനോട് ബഹുമാനം മാത്രമെന്നും തരൂർ. ഇന്ത്യ പാക് പ്രശ്നം പരിഹരിക്കാൻ അമേരിക്ക ഇടപെടണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ രംഗത്ത്. VD സതീശനെതിരെ ആഞ്ഞടിച്ച് PV അൻവർ. VD സതീശൻ UDFൽ ജനാധിപത്യം ഇല്ലാതാക്കി. ഇവരാണ് നാളെ അധികാരത്തിൽ വരുന്നതെങ്കിൽ എന്ത് മാറ്റം ഉണ്ടാകുമെന്നും PV അൻവർ ചോദിച്ചു. താൻ മന്ത്രി പദവി ചോദിച്ചത് സംബന്ധിച്ച് കഴിഞ്ഞ 2 മണിക്കൂറായി വലിയ ചർച്ച നടക്കുകയാണ്. താൻ പിണറായിയെ താഴെ ഇറക്കാനുള്ള പോരാട്ടം തുടങ്ങിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ തന്നെ വരിക. ഈ പിണറായിസത്തിനെതിരെ ശക്തമായ നിലപാടെടുത്താണ് UDF നേതൃത്വം പോകുന്നെങ്കിൽ, അത് സത്യസന്ധമാണെങ്കിൽ, ഈ പോലീസിൻ്റെയും ഈ മലയോര മേഖലയെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആത്മാർത്ഥമായ നിലപാടും സത്യസന്ധതയുമാണെങ്കിൽ മുന്നോട്ട് പോകും. ഇവർ വേറെ എന്ത് കാര്യം പറഞ്ഞിട്ടുള്ളത്? ഈ ദുർഭരണത്തിനെതിരെ ജനങ്ങൾ വോട്ട്. എന്താണ് ദുർഭരണം പറഞ്ഞു കൊടുക്കണ്ടേ? ഓരോന്നായിട്ട്. PV അൻവർ കഴിഞ്ഞ 9 മാസമായി ഉന്നയിച്ച വിഷയങ്ങളല്ലാതെ മറ്റൊരു വിഷയം ഇവിടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടോ അവർ? അവിടെയല്ലേ പ്രശ്നം? അത് ഈ ജനങ്ങൾ അറിയില്ലേ, ജനങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ ഈ കാണുന്ന അങ്ങാടിയിലെ ഈ സ്ഥാനാർത്ഥികൾ സെറ്റ് ചെയ്ത് നിർത്തുന്ന കുറേ ആളുകളുണ്ട്. അവിടെ പോയി നിങ്ങൾ കോല് കാണിക്കുമ്പോൾ അവർ പറയുന്നത് തന്നെ പറയൂ. ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല. അപ്പം സെറ്റ് ചെയ്ത ആളുകൾ അവരതിന് മറുപടി പറയും. സ്വാഭാവികമല്ലേ? പോരാട്ടച്ചൂടിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ മത്സരചിത്രം തെളിഞ്ഞു. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയായ ഇന്ന് 4 സ്ഥാനാർത്ഥികൾ പത്രികകൾ പിൻവലിച്ചു. ഇനി പ്രമുഖ സ്ഥാനാർത്ഥികളടക്കം 10 പേരാണ് മത്സരരംഗത്തുള്ളത്. മുന്നണികളെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാണ്. ഇപ്പോൾ NDAയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നിലമ്പൂരിൽ നടക്കുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രഖ്യാപനം കുറച്ച് വൈകി. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിരവധി ആളുകൾ ഓരോ നേതാക്കളെയും BJPയുടെയും ഘടകകക്ഷി നേതാക്കളെല്ലാം വിളിച്ച് ചോദിക്കും, ഞങ്ങൾ ആർക്കു വേണ്ടിയാണ് വോട്ട് ചെയ്യേണ്ടത്? BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ ഞങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 12,000-വും 14,000 വോട്ടൊക്കെ നമുക്ക് നേരത്തെ കിട്ടി. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് ഈ മോഹൻ ജോർജിന് വേണ്ടി മാത്രമല്ല, നരേന്ദ്രമോദിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ഈ കേരളം
കാത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് നരേന്ദ്രമോദിജിക്ക് വേണ്ടി വോട്ട് ചെയ്യണം. ഈ രാജ്യത്തിന്റെ ഈ സഹോദരിമാരുടെ സിന്ദൂരമണിയിച്ച നരേന്ദ്രമോദിജിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ് ഇന്ന് കേരളത്തിലെ ഈ നിലമ്പൂരിലെ സമ്മതിദായകർ. അപ്പൊ ഇന്ന് ഇവിടുത്തെ ഉദ്ഘാടനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആരാണ്? നമ്മളെല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി. നമ്മളെല്ലാവരും നെഞ്ചോട് ചേർത്ത് പറയും സുരേഷ് ഏട്ടനെന്ന് നമ്മൾ വിളിക്കും. ശ്രീ സുരേഷ് ഗോപി അദ്ദേഹമാണ് ഇന്ന് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. എന്താണ് അദ്ദേഹം നൽകുന്ന സന്ദേശം? അപ്പൊ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീ സുരേഷ് ഗോപി തൃശൂരിൽ നിന്ന് മത്സരിച്ചപ്പോൾ ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ ഒറ്റക്കെട്ടായി വർഗീയത പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ ആ കേരളത്തിൽ ആദ്യമായി ലോക്സഭയിൽ താമര വിരിയിച്ച, അസംബ്ലിയിലല്ല ലോകസഭയിൽ താമര വിരിയിച്ച ശ്രീ സുരേഷ് ഗോപിയാണ് ഇന്ന് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. എന്താണ് ഈ മലയോര മേഖല, അതുപോലെ തന്നെ തൃശ്ശൂരിന് പ്രത്യേകതയുണ്ട്. അവിടെ എല്ലാ ജനങ്ങളും കക്ഷി രാഷ്ട്രീയ ജാതി വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തുചേരുന്ന ആ പ്രദേശത്ത് നിന്ന് പാർലമെന്റിൽ നിന്ന് നമുക്ക് വിജയിക്കാൻ സാധിക്കുമെങ്കിൽ, NDAക്ക് വിജയിക്കാൻ സാധിക്കുമെങ്കിൽ കേരളത്തിലെ, ഞാൻ ഇന്നിപ്പോ രാവിലെ ഈ നിലമ്പൂരാണ് ഈ രാജറാണി എക്സ്പ്രസിൽ വന്നിറങ്ങിയത്. അപ്പൊ നോക്കിയപ്പോ എന്താണ്, നിലമ്പൂർ ഈ ട്രെയിന് അല്ലെങ്കിൽ റെയിൽവേ ട്രാക്ക് സമാപിക്കുകയാണ്. അപ്പൊ കുറെ വർഷങ്ങളായി ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇത് മുന്നോട്ട് വച്ചിരിക്കുന്നു, ഇതാ നിലമ്പൂർ നഞ്ചങ്കോട് പാത. പക്ഷേ ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും അതിനെല്ലാം എന്താണ്, അവര് അതിനെ ഏത് വിധേനയും അതിനെ തടയാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രി ഈ പാതയെ ഇവിടെ നിന്ന് നീക്കിക്കൊണ്ട് തലശ്ശേരി മൈസൂർ പാതയാക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെതായ ശ്രമം നടത്തുന്നു. NDAയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നിലമ്പൂരിൽ നടക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. PV അൻവറിനെ UDF പൂർണ്ണമായും തള്ളിയിട്ടില്ലെന്ന K സുധാകരന്റെ പ്രസ്താവനയിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അൻവറിന് ഇനി UDFൽ യാതൊരു സാധ്യതയില്ലെന്നും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ഉത്തരം പറയാൻ താൻ ബാധ്യസ്ഥനല്ല എന്നും VD സതീശൻ പ്രതികരിച്ചു. KC വേണുഗോപാൽ ക്ഷേമ പെൻഷനെ അപമാനിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ക്ഷേമ പെൻഷൻ ഒന്നിച്ചു നൽകുന്നത് സാധാരണക്കാരെ സ്വാധീനിക്കാനാണെന്നും ഈ തട്ടിപ്പ് സർക്കാർ അവസാനിപ്പിക്കണമെന്നും VD സതീശൻ പറഞ്ഞു. ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചർച്ചയുടെ എല്ലാ വാതിലും അടച്ചു. UDF തീരുമാനിച്ചാണ്, ഒരു ചർച്ചയില്ല. അല്ല, ഒരു ചർച്ചയില്ലെന്ന് ഞാനല്ലേ പറയുന്നത്. പിന്നെ നിങ്ങൾ വേറെ ഓരോരുത്തരുടെ എല്ലാവരും പറയുന്നതിന് മറുപടി ഞാൻ പറയണം. വി മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. UDF ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ്. ചർച്ചയുടെ എല്ലാ വാതിലും അടഞ്ഞു. ഇനി ഒരു ചർച്ചയില്ല അതിനെപ്പറ്റി. അതായത് കുറേ കാലം പെൻഷൻ കൊടുക്കാതിരിക്കുക, അതിൻ്റെ പെൻഷൻ്റെ കുടിശ്ശിക വരിക, അതിൻ്റെ ഇലക്ഷൻ എടുക്കുമ്പോൾ അത് കൊണ്ടു കൊടുക്കുക. അപ്പോൾ ആ പാവങ്ങൾ എന്ത് ചെയ്യും? അവരുടെ ദൗർഭാഗ്യത്തെ മുതലെടുക്കല്ലേ. അപ്പോൾ പ്രതിപക്ഷത്തിന് പറയാൻ പറ്റുമോ പെൻഷൻ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? കാരണം ഈ പാവങ്ങൾ പെൻഷന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ്. കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റും, കൊടുക്കണം, അവർ കാത്തിരിക്കുകയാണ്. പക്ഷേ ഇന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ? ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഇത് കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന പണമാണ് ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയെന്ന്. അൻവറിന്റെ കേസ് പണ്ടേ ഒഴിവാക്കിയതാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇത് അൻവറും UDFും തമ്മിലുള്ള പ്രശ്നമാണ്. ആ പ്രശ്നങ്ങൾ UDF ചർച്ച ചെയ്യട്ടെ. അൻവറിനെ UDF മുഖ്യമന്ത്രി പോലും ആക്കിയേക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ ഒരു സംശയമില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഉജ്ജ്വലമായി വിജയുന്നുള്ളൂ. അൻവർ ഇന്ന് ആഭ്യന്തര വകുപ്പൊക്കെ ചോദിച്ചിട്ടുണ്ട് UDFിലേക്ക് വരാൻ വേണ്ടി. ആഭ്യന്തര വകുപ്പ് കൊടുക്കുകയാണെങ്കിൽ വരാം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ മുഖ്യമന്ത്രി ആക്കണമെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരാം. ആയാലും എനിക്ക് തർക്കമില്ല. കാരണം അവരുടെ പ്രശ്നം അത്. അൻവർ ഞങ്ങൾ മുമ്പേ ഞാൻ ഡൽഹി പത്രസമ്മേളനത്തോടുകൂടി ഒഴിവാക്കിയതാണ് അൻവറിനെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് യാതൊരു ബന്ധമില്ല. അദ്ദേഹം പോയിരിക്കുന്നു. അദ്ദേഹം പോയപ്പോൾ ഞങ്ങൾ ഒഴിവാക്കിയതാണ്. അതിനുശേഷം പിന്നെ അൻവറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതല്ല അൻവറിൻ്റെ കാര്യം. പിന്നെ അൻവർ പറയുന്ന കാര്യത്തോട് സംബന്ധിച്ചിടത്തോളം പ്രതികരിക്കാനുമില്ല. അതുകൊണ്ട് അൻവർ എന്ത് പ്രതികരിച്ചു എന്നുള്ളതോ അല്ലെങ്കിൽ അൻവർ എന്ത് പറഞ്ഞു എന്നുള്ളതോ CPIനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതികരണവും ഞങ്ങളതിന് നൽകാൻ ഉദ്ദേശിക്കുന്നില്ല.
അത് അവർക്ക് വേണ്ടിയിട്ടാണ് ഒറ്റുകൊടുത്തത്. UDF വേണ്ടി ഒറ്റുകൊടുത്തതാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, യുവദാസിൻ്റെ റോളാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്ന്. അത് UDF വേണ്ടിയിട്ടാണ്. UDF അവരും തമ്മിലുള്ള തർക്കത്തിൻ്റെ അകത്ത് എന്ത് നിലപാട് സ്വീകരിക്കുന്നു ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ അതൊന്നും ഞങ്ങൾ ഗൗരവത്തിലെടുക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി നല്ല മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ജയിക്കാൻ പോവാണ്. LDF-ഉം UDF-ഉം അവസരവാദ രാഷ്ട്രീയം കളിക്കുകയാണെന്നും നമുക്ക് വേണ്ടത് വികസനമാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നിലമ്പൂരിൽ ഇന്ത്യ സഖ്യത്തിന്റെ 4 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. വികസനം പറയുന്ന ഒരേ ഒരു സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥിയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. കർണാടക കോൺഗ്രസിനെ കുറച്ച് അറിയുന്ന ആളാണ്. ഏറ്റവും ഇൻകോമ്പറ്റന്റും ഏറ്റവും അഴിമതി ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിയിൽ ഒരു സ്റ്റേറ്റ് യൂണിറ്റ് ഉണ്ടെങ്കിൽ അത് കർണാടക കോൺഗ്രസ്സാണ്. അത് ഞാൻ 18 കൊല്ലം മനസ്സിലാക്കി അറിഞ്ഞു പറയാണ്. അവിടെ ജനങ്ങളുടെ ജീവിതമോ ജനങ്ങൾ മരിക്കുന്നോ അതിനെക്കുറിച്ച് അവർക്ക് ഒരു ഫീലിങ്ങോ ഒരു കെയറിങ് ഇല്ല. അവർക്ക് അവിടെ കാശുണ്ടാക്കുക. DK ശിവകുമാർ, സിദ്ധരാമയ്യ, KJ ജോർജ് എന്ന് പറഞ്ഞ ഓരോരോ കോൺഗ്രസ് സ്റ്റോൾവേർഡ്സ് ഉണ്ട് അവിടെ. അവർക്ക് ഒരു ഒബ്ജക്റ്റീവും ഇല്ല, ഒരു ലക്ഷ്യവും ഇല്ല. കാശുണ്ടാക്കുക, അഴിമതി ചെയ്യുക, ജനങ്ങളെ ദുഃഖിക്കുക, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അതിനെ പരിഹരിക്കാണ്ട് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക. അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ പറഞ്ഞു എല്ലാം ഞങ്ങൾ കോംപ്ലിമെന്റ് ചെയ്യുന്നു പോലീസിനെ കോംപ്ലിമെന്റ് ചെയ്യേണ്ടത്. 11 നിരപരാധിയായ സാധാരണക്കാർ മരിക്കുമ്പോൾ അതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം. നിലമ്പൂരിൽ ഇടത് സ്ഥാനാർത്ഥി ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നില്ലെന്ന് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ നിന്ന് മാറി മലപ്പുറത്തെക്കുറിച്ച് പറയണം. ദേശീയപാതാ പ്രശ്നത്തിൽ KC വേണുഗോപാൽ ഗഡ്കരിയെ വിമർശിക്കുമ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് എന്തിനാണ് പൊള്ളുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു. 2 തോണിയിലും കാലുവെക്കുന്ന ആളാണ് മുഹമ്മദ് റിയാസ് എന്ന് PK ഫിറോസും വിമർശിച്ചു. ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപാകതകൾക്കെതിരായി കേന്ദ്ര സർക്കാരിൻ്റെ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നിതിൻ ഗഡ്കരിക്കുമെതിരായിട്ട് ശ്രീ KC വേണുഗോപാൽ സംസാരിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ കലിപൂണ്ട് തുള്ളൽ കാണിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ്റെ ബാധ മുഹമ്മദ് റിയാസിൻ്റെ ശരീരത്ത് കയറിയിട്ട് നിതിൻ ഗഡ്കരിയെ പറയുന്നതിന് മുഹമ്മദ് റിയാസ് എന്തിനായി തുള്ളുന്നത്? അപ്പോൾ ഇന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞത് ശ്രീ KC വേണുഗോപാൽ ഇരിക്കുന്ന പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്ന പദവി സുപ്രീം കോടതി ജഡ്ജിയൊന്നുമല്ല എന്നാണ്. മറ്റു വാർത്തകൾ നോക്കാം. രാജ്ഭവനിലെ ചിത്രത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദം. പരിസ്ഥിതി ദിനാഘോഷ പരിപാടി ബഹിഷ്കരിച്ച് കൃഷിമന്ത്രി P. പ്രസാദ്. വേദിയിലുള്ള ഭാരതാംബയുടെ ചിത്രം RSS ചിത്രമെന്ന ആരോപണം. ചിത്രം മാറ്റണമെന്ന് കൃഷിവകുപ്പ് ആവശ്യപ്പെട്ടെങ്കിലും ഗവർണർ വിസമ്മതിച്ചു. സർക്കാർ പരിപാടിയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നം പാടില്ല എന്നും ഭരണഘടനാ പദവിയിൽ ഇരുന്നുകൊണ്ട് ഗവർണർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തരുത് എന്നും കൃഷിമന്ത്രി വിമർശിച്ചു. എന്നാൽ രാജ്ഭവനിലെ പ്രോട്ടോകോൾ തീരുമാനിക്കേണ്ടത് ഒരു മന്ത്രിയല്ല എന്നും എങ്ങനെ പരിപാടി നടത്തണമെന്ന് തീരുമാനിക്കുന്നത് ഗവർണറാണെന്നും നിലപാട് വ്യക്തമാക്കി രാജ്ഭവൻ രംഗത്ത് വന്നു. പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാജ്ഭവനിൽ ഗവർണറും കൃഷിമന്ത്രി P. പ്രസാദും ചേർന്ന് നിർവഹിക്കാനായിരുന്നു നിശ്ചയിച്ചിരുന്നത്. എന്നാൽ വേദിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഭാരതാംബയുടെ ചിത്രം RSSന്റെ ചിത്രമാണെന്ന് ആരോപിച്ച് അത് മാറ്റാനായി കൃഷിവകുപ്പ് ആവശ്യപ്പെട്ടു. സർക്കാർ പരിപാടിയിൽ ഏതെങ്കിലും സംഘടനയുടെയോ സമുദായത്തിന്റെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ ചിഹ്നമോ ചിത്രമോ പ്രദർശിപ്പിക്കാൻ പാടുള്ളതല്ല എന്ന് കൃഷിവകുപ്പ് ചൂണ്ടിക്കാട്ടിയെങ്കിലും ഗവർണർ വിസമ്മതിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ച കൃഷിമന്ത്രി അത് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ മാറ്റുകയായിരുന്നു. തുടർന്ന് പരിസ്ഥിതി ദിനാഘോഷം രാജ്ഭവനിൽ ഗവർണറും സെക്രട്ടേറിയറ്റിൽ കൃഷിമന്ത്രിയും 2 ഇടങ്ങളിലായി നടത്തി. രാജ്ഭവൻ എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നും അവിടെ നടത്താൻ നിശ്ചയിച്ചിരുന്നത് സർക്കാർ പരിപാടിയാണെന്ന് ഓർക്കണമെന്നും ഗവർണറുടെ നടപടിയെ വിമർശിച്ച് കൃഷിമന്ത്രി രംഗത്ത് വന്നു. അവിടെ ഉപയോഗിക്കാൻ വെച്ച ചിത്രം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാരത് മാതാവിൻ്റെ ചിത്രമല്ല. ഗവർണറുടെ ഓഫീസ് തന്നെ അയച്ചു തന്ന ചിത്രം എന്ന് പറയുന്നത് RSS ഉപയോഗിക്കുന്ന ചിത്രമാണ്. RSS ഉപയോഗിക്കുന്ന ചിത്രം എന്നത് ഒരു പ്രത്യേകമായൊരു പ്രസ്ഥാനം ഉപയോഗിക്കുന്ന ചിത്രം ഒരു ഭരണഘടനാപരമായ ഒരു പദവിയുള്ള ഒരിടത്ത് ഒരു സർക്കാരിൻ്റെ പരിപാടിയുടെ ഭാഗമാക്കുക എന്ന് പറയുന്നത് ഭരണഘടനാപരമായി ശരിയായ കാര്യമല്ലേ അല്ല. ഉദ്ഘാടന വേദിയിലെ ചിത്രത്തെ ചൊല്ലി വിവാദം ശക്തമായതോടെ നിലപാട് വ്യക്തമാക്കി രാജ്ഭവനും രംഗത്ത് വന്നു. രാജ്ഭവനിൽ എന്ത് സ്ഥാപിക്കണം, എങ്ങനെ പരിപാടി നടത്തണമെന്ന് തീരുമാനിക്കുന്നത് ഗവർണറാണ്. രാജ്ഭവനിലെ പ്രോട്ടോകോൾ തീരുമാനിക്കേണ്ടത് ഒരു മന്ത്രിയല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് രാജ്ഭവൻ.
ദിവസങ്ങൾക്ക് മുമ്പ് ഓപ്പറേഷൻ സിന്ദൂറിൽ എസ് ഗുരുമൂർത്തിയുടെ പ്രഭാഷണം രാജ്ഭവനിൽ സംഘടിപ്പിച്ചതിനെതിരെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ശക്തമായ വിമർശനം ഉയർത്തിയിരുന്നു. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിലുണ്ടായിരുന്ന പോരിനു ശേഷം ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര അർലേക്കറുമായി ഊഷ്മള ബന്ധം കാത്തുസൂക്ഷിക്കുമ്പോഴാണ് വീണ്ടും ചില വിള്ളലുകൾ ഉണ്ടാകുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാജ്ഭവനിലെ ഭാരതാംബ വിവാദത്തിൽ പ്രതികരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംഭവം അപകടകരമായ സൂചനയാണെന്നും ഇത് തെറ്റായ സമീപനമാണെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. കാവ്യവൽക്കരിക്കാൻ ഭരണഘടനാ വിരുദ്ധമായ നീക്കങ്ങൾ നടത്തുകയാണ്. ഗവർണറെ ഉപയോഗിച്ച് കാവ്യവൽക്കരണത്തിന്റെ അജണ്ട RSS നടപ്പിലാക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഫോട്ടോ വെച്ച് ആ ഫോട്ടോന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തി എന്നിട്ട് വേണം പരിപാടി ആരംഭിക്കാനെന്ന നിലപാടാണ് അവിടെ സ്വീകരിക്കപ്പെട്ടത്. ആ ഫോട്ടോ ഏതാണ് എന്നുള്ളത് പരിശോധിക്കുമ്പോഴാണ് ഏത് ഫോട്ടോ ആര് പറഞ്ഞു എന്ത് ഭാരതാംബ, ഏത് ഭാരതാംബ? ഭാരതാംബ എന്ന് പറയുന്ന ഒരു ഔദ്യോഗിക ചിഹ്നോ ഔദ്യോഗിക രൂപമോ ഇല്ല. ഉണ്ടോ? ഇന്നതാണെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? അങ്ങനെയാണോ തീരുമാനിക്കണം. യഥാർത്ഥത്തിൽ എന്താ പറഞ്ഞാൽ കാവ്യവൽക്കരണമാണ്. RSSൻ്റെ കൃത്യമായ അജണ്ട അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കുന്ന ഫോട്ടോ. ആ തയ്യാറാക്കുന്ന ഫോട്ടോ ഇന്ത്യയുടെ ഫോട്ടോ കൂടിയല്ല. ഞാനത് ബോധപൂർവ്വം തന്നെയാണ് പറയുന്നത്. ഇന്ത്യയുടെ ഫോട്ടോ കൂടിയല്ല. അപ്പോൾ അതല്ലാത്ത ഒരു ഫോട്ടോയും കൂടി കൊണ്ടുവന്ന് അതിൻ്റെ മേലെ ഒരു പ്രത്യേക രീതിയിലുള്ള ആകൃതിയും പ്രകൃതിയും സ്ഥിരമായിട്ട് RSSകാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതി, അത് ഇവിടെ ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അത് ഉപയോഗിക്കണം. നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപാകതകളിൽ പാർലമെന്റിന്റെ സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റി അന്വേഷണം നടത്തുന്നതിൽ സംസ്ഥാന സർക്കാരിന് എന്താണ് പ്രശ്നമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഹൈവേ നിർമ്മാണത്തിൽ കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നും CBI അന്വേഷണം നടക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. നാഷണൽ ഹൈവേ നിർമ്മാണത്തിലെ അപാകതകളെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും പാർലമെൻറ്റിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റിയായ PAC അന്വേഷിക്കുന്നതിൽ സംസ്ഥാന ഗവൺമെൻറ് എന്താണ് പ്രശ്നം? പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് എന്തിനാണ് വിരോധം? PACക്ക് അത് അന്വേഷിക്കാനുള്ള അധികാരമുണ്ട്. നാഷണൽ ഹൈവേ നിർമ്മാണത്തിൽ വലിയ തോതിൽ 150 സ്ഥലങ്ങളിലധികം വിള്ളലും വ്യാപകമായ നാശവും നിർമ്മാണത്തിലെ അപാകത മൂലം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് വളരെ വ്യക്തമാണ്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും നടന്നിരിക്കുന്നു. ഈ അഴിമതിയെക്കുറിച്ചും എഞ്ചിനീയറിംഗ് പിഴവുകളെക്കുറിച്ചും സാങ്കേതികമായ പിഴവുകളെക്കുറിച്ചും പഠിക്കാനുള്ള അധികാരം KC വേണുഗോപാൽ ചെയർമാനായ PACക്കുണ്ട്. അവരത് അന്വേഷിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് എന്താണ് പ്രശ്നം? പേടിയാണ്. കേന്ദ്ര സർക്കാരിനെയും BJPയെയും പേടിയാണ്. സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക സമിതി യോഗം അവസാനിച്ചു. കുർബാന തർക്കം, വൈദികർക്കെതിരായ അച്ചടക്ക നടപടി തുടങ്ങിയവയായിരുന്നു ചർച്ച വിജയകരമായിരുന്നു എന്ന് വൈദിക സമിതി സെക്രട്ടറി കുര്യാക്കോസ് മുണ്ടാടൻ പ്രതികരിച്ചു. എന്താണെങ്കിലും ഈ അതിരൂപതയിലെ കുർബാനയെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ, മറ്റ് അച്ഛന്മാരുടെ സസ്പെൻഷൻ, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുന്ന ചില പരിഹാര ഫോർമുലാസ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അത് ജൂലൈ 3 മുൻപ് വീണ്ടും ഇത് വൈദിക സമിതിയാണ് വിളിച്ചത്. വൈദിക ആർച്ച് ബിഷപ്പ് ഒരു വൈദിക യോഗം എന്ന് വെച്ചാൽ 470 അച്ഛന്മാരെയും വിളിച്ചുകൂട്ടി ഒന്നുകൂടി ആലോചിക്കും. ആലോചിച്ചതിന് ശേഷം ഈ ഒരു പരിഹാര ഫോർമുല നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ജൂലൈ 3 മുമ്പ് നടപ്പിലാക്കുന്നതിനെക്കുറിച്ചൊരു ഇത് വരും. അതാണ് എന്തായാലും വളരെ പോസിറ്റീവായിട്ടാണ് രീതിയിൽ ആ ചർച്ചകൾ മുന്നോട്ട് പോയത്. വിവരങ്ങളുമായി അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, ചർച്ച വിജയകരമായിരുന്നു എന്നാണ് വൈദിക സമിതി ഇപ്പോൾ പ്രതികരിച്ചതും. എന്തൊക്കെയായിരുന്നു പ്രധാനമായും ചർച്ചാ വിഷയങ്ങൾ? ഗോപിക, ഏറെ നാളായിട്ടുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇതുവരെ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായിരുന്നു ഏറ്റവും പ്രധാനമായും ഈ വൈദിക സമിതി യോഗത്തിലെ ഒരു പ്രധാന അജണ്ട. അത് മാത്രമല്ല, വൈദികർക്കെതിരെ എടുത്തിട്ടുള്ള നടപടിക്രമങ്ങൾ, വളരെയധികം വൈദികർ ഈ ഏകീകൃത കുർബാന അർപ്പിക്കാത്തതുമായി ബന്ധപ്പെട്ട അച്ചടക്ക നടപടി നേരിടുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ അതിൻ്റെ മറ്റ് തുടർ ഭാവി
ഭാവി എന്തായിരിക്കും തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചായിരുന്നു മറ്റൊരു ചർച്ച ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു അന്തിമ തീരുമാനം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ജൂലൈ 3-നകം ഇക്കാര്യത്തിൽ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഒരു വൈദിക സമിതി യോഗമായിരുന്നുവെങ്കിൽ കൂടി ഒരു വൈദികരെ എല്ലാം വിളിച്ചുകൊണ്ടുള്ള ഒരു യോഗം അതാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. ആ യോഗത്തിൽ കൂടി കാര്യം ചർച്ച ചെയ്യുമെന്നാണ് അല്പം മുൻപ് വൈദിക സമിതി സെക്രട്ടറി ആയിട്ടുള്ള ഫാദർ മുണ്ടാടൻ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഇനിയും ചർച്ചകൾ ഇക്കാര്യത്തിൽ തുടരുമെന്ന് തന്നെയാണ്. ഇന്ന് ഏറ്റവും പ്രധാനമായും ഉണ്ടായിരിക്കുന്ന 1-2 കാര്യങ്ങൾ ഒരു വലിയ സംഘർഷത്തിനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ പോലീസ് ഇടപെടൽ മൂലം അത്ര വലിയൊരു സംഘർഷം ഉണ്ടാകാതെ അത് ഒഴിവായി പോയി എന്നതാണ്. രാവിലെ ഈ വൈദിക സമിതി യോഗത്തിന് എത്തിയ ചില വൈദികരെ, പ്രത്യേകിച്ച് ഈ അച്ചടക്ക നടപടി നേരിടുന്ന വൈദികരെ ഈ യോഗത്തിൽ പങ്കെടുപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിനഡ് അനുകൂലികളായ ചില വിശ്വാസികൾ ഇവിടെ വരികയും അത് നേരിയ തോതിൽ സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ വൈദികരെ തടയുന്ന ഒരു സ്ഥിതി ആയതുകൊണ്ട് തന്നെ അത് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ്. അങ്ങനെ പോലീസ് അക്കാര്യത്തിൽ ഇടപെടുകയും അവരെ അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുകയുമാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ വൈദിക സമിതിയുടെ ഇന്നത്തെ യോഗം ആരംഭിക്കുന്നത് തന്നെ. പിന്നീട് ബിഷപ്പ് ഹൗസിലായിരുന്നു വൈദിക സമിതിയുടെ യോഗം ഉണ്ടായിരുന്നത്. അവിടെ സമാധാനപരമായി ഈ യോഗം തുടരുകയാണ് ചെയ്തത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇപ്പോഴും ഒരു അന്തിമമായ തീരുമാനമൊന്നും ആയിട്ടില്ല. അത് അങ്ങനെ ഒരു വൈദിക സമിതി യോഗം കൊണ്ട് മാത്രം ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. പക്ഷേ ഒരു സമവായ നീക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എങ്കിലും ഏകീകൃത കുർബാന എന്ന ഒരു കാര്യത്തിൽ നിന്ന്, അത്തരത്തിലുള്ളൊരു തീരുമാനത്തിൽ നിന്ന് തീരെ പുറകോട്ട് പോകാനായിട്ട് സഭയോ സിനഡോ ഒന്നും തയ്യാറല്ല. ഏകീകൃത കുർബാന എന്നത് തന്നെയാണ് ഇതിലെ ഏറ്റവും അന്തിമമായിട്ട് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു പരിഹാരം. പക്ഷേ അത് ഒരു വിഭാഗം അംഗീകരിക്കുന്നില്ല. ആ ഒരു തർക്കം ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് ഈ രാവിലെ ഉണ്ടായ ചില സംഘർഷം, ചെറിയ ചില പ്രശ്നങ്ങൾ, അതിനെ തുടർന്ന് ഈ സിനഡ് അനുകൂലികളായിട്ടുള്ള, അതായത് ഏകീകൃത കുർബാന തന്നെ വേണം, സിനഡ് കുർബാന വേണം എന്ന് ആവശ്യപ്പെടുന്ന ആളുകൾ ഇവിടെ കത്തീഡ്രൽ ബസിലിക്ക അങ്കണത്തിൽ ഇവിടെ തുടരുകയും ഇവിടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. അത് ഇപ്പോൾ ഏകദേശം ഒരു അവസാനിച്ച മട്ടാണ്. അതിനുശേഷം വൈകുന്നേരമായപ്പോഴേക്കും അൽമയ മുന്നേറ്റത്തിൻ്റെ അംഗങ്ങൾ, അതായത് പഴയ ജനാഭിമുഖ കുർബാന തന്നെ തുടർന്നാൽ മതി എന്ന് പറയുന്ന അൽമയ മുന്നേറ്റത്തിൻ്റെ അംഗങ്ങൾ ഇവിടെ എത്തുകയും എന്നാൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് അവരെ തടയുകയുമാണ് ചെയ്തത്. കാരണം ഈ 2 വിഭാഗങ്ങൾ നേർക്കുനേർ വരരുത് എന്നുള്ള ഒരു മുൻകരുതലിനെ തുടർന്നാണ് പോലീസ് അത്തരത്തിലൊരു നടപടി സ്വീകരിക്കുകയും ചെയ്തത്. എന്തായാലും വലിയ കുഴപ്പങ്ങളിലേക്കോ വലിയ സംഘർഷങ്ങളിലേക്കോ ഇന്ന് ഇവിടെ പോയിട്ടില്ല. ഈ അങ്കണത്തിൽ, പള്ളി അങ്കണത്തിലൊന്നും തന്നെ അത്തരമൊരു പ്രശ്നങ്ങളിലേക്ക് പോയിട്ടില്ല. രാവിലെ വൈദികരെ തടയുകയും പിന്നീട് പോലീസ് ഇടപെടലിലൂടെ ആ ഒരു പ്രശ്നം ഇല്ലാതാക്കുകയും ചെയ്തു എന്നതാണ്. എന്തായാലും ജൂലൈ 3-നകം ഇക്കാര്യത്തിൽ ഈ കുർബാന തർക്കത്തിനും ഒപ്പം തന്നെ വൈദികർക്കെതിരെ എടുത്തിട്ടുള്ള നടപടികളിലും ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകും എന്നതാണ് വൈദിക സമിതി വ്യക്തമാക്കുന്നത്. അതിനു മുൻപായിട്ട് വൈദികരുടെ ഒരു യോഗം, അതായത് വൈദിക യോഗം, എല്ലാ വൈദികരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യോഗം ഉണ്ടാകുമെന്നും വൈദിക സമിതി പ്രതീക്ഷിക്കുന്നു. അതാണ് ഇനി അടുത്ത ഘട്ടം ഈ വിഷയത്തിൽ ഉണ്ടാവുക. ഗോപിക. ശരി, കൊച്ചിയിൽ നിന്നും AT അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്. ബംഗളൂരു ദുരന്തത്തിൽ സ്വമേധയാ കേസെടുത്ത് കർണാടക ഹൈക്കോടതി. സൗജന്യ പ്രവേശനമെന്ന അറിയിപ്പ് ദുരന്തത്തിന് കാരണമായെന്ന് സർക്കാർ. കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും RCBക്കും ആഘോഷ പരിപാടി നടത്തിയ സംഘാടകർക്കും നോട്ടീസ് നൽകും. അന്വേഷണ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കണമെന്ന് സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഉത്തരവിട്ടത്. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. ബാംഗ്ലൂരു ദുരന്തത്തിൽ ആളുകൾ മരിച്ചപ്പോഴും പോലീസിനെ അഭിനന്ദിക്കുന്ന നിലപാടാണ് കർണാടക സർക്കാർ സ്വീകരിച്ചതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കാശുണ്ടാക്കുക മാത്രമാണ് അവരുടെ ലക്ഷ്യം. കർണാടക കോൺഗ്രസ് അഴിമതി നിറഞ്ഞതാണെന്നും അദ്ദേഹം വിമർശിച്ചു. കർണാടക കോൺഗ്രസിനെ കുറച്ച് അറിയുന്ന ആളാണ്. ഏറ്റവും ഇൻകോമ്പറ്റന്റും ഏറ്റവും അഴിമതി ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിയിൽ ഒരു സ്റ്റേറ്റ് യൂണിറ്റ് ഉണ്ടെങ്കിൽ അത് കർണാടക കോൺഗ്രസ്സാണ്. അത് ഞാൻ 18 കൊല്ലം മനസ്സിലാക്കി അറിഞ്ഞു പറയാണ്. അവിടെ ജനങ്ങളുടെ ജീവിതമോ ജനങ്ങൾ മരിക്കുന്നോ അതിനെക്കുറിച്ച് അവർക്ക് ഒരു ഫീലിങ്ങോ ഒരു കെയറിങ് ഇല്ല. അവർക്ക് അവിടെ കാശുണ്ടാക്കുക. DK ശിവകുമാർ, സിദ്ധരാമയ്യ, KJ ജോർജ് എന്ന് പറഞ്ഞ ഓരോരോ കോൺഗ്രസ് സ്റ്റോൾവേർഡ്സ് ഉണ്ട് അവിടെ. അവർക്ക് ഒരു ഒബ്ജക്റ്റീവും ഇല്ല, ഒരു ലക്ഷ്യവും ഇല്ല. കാശുണ്ടാക്കുക, അഴിമതി ചെയ്യുക, ജനങ്ങളെ ദുഃഖിക്കുക, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അതിനെ പരിഹരിക്കാണ്ട് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക. അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ പറഞ്ഞു ഞങ്ങൾ കോംപ്ലിമെന്റ് ചെയ്യുന്നു പോലീസിനെ കോംപ്ലിമെന്റ് ചെയ്യേണ്ടത്. 11 നിരപരാധിയായ സാധാരണക്കാർ മരിക്കുമ്പോൾ അതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം.
നരേന്ദ്ര കീഴടങ്ങൂ എന്ന രാഹുലിന്റെ പരാമർശത്തെ പരോക്ഷമായി തള്ളി ശശി തരൂർ. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റിനോട് ബഹുമാനം മാത്രമെന്നും തരൂർ പറഞ്ഞു. അതേസമയം ട്രംപ് ഇടപെട്ടു എന്നും ഇന്ത്യ പാക് പ്രശ്നം പരിഹരിക്കാൻ ഇനിയും അമേരിക്ക ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ രംഗത്തെത്തി. ഇന്ത്യ പാക് സംഘർഷം കഴിഞ്ഞ് മാസം 1 പിന്നിട്ടിട്ടും വാദപ്രതിവാദങ്ങൾ രാജ്യത്തിനകത്തും പുറത്തും തുടരുകയാണ്. ട്രംപിന്റെ മധ്യസ്ഥതയിലാണ് വെടിനിർത്തലുണ്ടായതെന്നും മോദിയെ വിളിച്ച് നരേന്ദ്ര കീഴടങ്ങുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞെന്നും രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പരിഹസിച്ചിരുന്നു. അതേസമയം രാഹുൽ ഗാന്ധിയുടെ പരാമർശം തള്ളിയ ശശി തരൂർ ഇന്ത്യ പാക് സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമാക്കി. US-ൽ നയതന്ത്ര സംഘത്തിന്റെ പര്യടനം തുടരുന്നതിനിടെയാണ് തരൂരിന്റെ പ്രതികരണം. അമേരിക്കൻ പ്രസിഡന്റിനോട് ബഹുമാനം മാത്രമേയുള്ളൂ. അങ്ങനെയൊരു ബന്ധമാണ് ഇന്ത്യ അമേരിക്കയുമായി പുലർത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം ആരോടും വിഷയത്തിൽ ഇടപെടാനോ മധ്യസ്ഥത വഹിക്കാനോ ആവശ്യപ്പെട്ടിട്ടില്ല. പാകിസ്ഥാൻ ഭീകരതയുടെ ഭാഷയിൽ സംസാരിച്ചാൽ സൈന്യത്തിന്റെ ഭാഷയിൽ ഇന്ത്യ മറുപടി നൽകുമെന്നും ശശി തരൂർ വ്യക്തമാക്കി. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച സംഗതൻ സൃജൻ അഭിയാൻ ക്യാമ്പയിനിൽ സംസാരിക്കവെയാണ് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കാൻ US പ്രസിഡന്റ് ഇടപെട്ടെന്ന ആരോപണം രാഹുൽ ഗാന്ധി ആവർത്തിച്ചത്. രാഹുലിന്റെ പരാമർശത്തിനെതിരെ BJP രംഗത്ത് വന്നിരുന്നുവെങ്കിലും കോൺഗ്രസ് MP-യായ ശശി തരൂർ കേന്ദ്ര നിലപാടിനെ അനുകൂലിച്ച് നിലപാടെടുത്തത് കോൺഗ്രസിൽ വലിയ അതൃപ്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതേസമയം സംഘർഷം ലഘൂകരിക്കാൻ അമേരിക്ക ഇടപെടൽ നടത്തിയെന്നും വെടിനിർത്തൽ കരാർ നിയമം പ്രാബല്യത്തിൽ വന്നത് ട്രംപിന്റെ മധ്യസ്ഥതയിലാണെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. സംസ്ഥാനത്ത് ട്രോളിംഗ് ഏർപ്പെടുത്താൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ജൂൺ 10 മുതൽ ജൂലൈ 31 വരെയാണ് കേരള തീരത്ത് ട്രോളിംഗ് നിരോധനം. ജൂൺ 9 അർദ്ധരാത്രി മുതൽ 52 ദിവസമാണ് സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധിച്ചിരിക്കുന്നത്. ഈ കാലയളവിൽ യന്ത്രവൽകൃത ബോട്ടുകൾ കടലിൽ പോകാനോ മത്സ്യബന്ധനം നടത്താനോ പാടില്ല. എന്നാൽ സാധാരണ വള്ളങ്ങളും ഇൻബോർഡ് വള്ളങ്ങളും ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്താം. ഇൻബോർഡ് വള്ളങ്ങൾ ഒരു കാരിയർ വള്ളം മാത്രം ഉപയോഗിക്കണം. 2 ചെറുവള്ളങ്ങൾ ഉപയോഗിച്ചുള്ള പെയർ ട്രോളിംഗും നിയമവിരുദ്ധമായ മറ്റ് മത്സ്യബന്ധന രീതികളും സ്വീകരിക്കരുത്. അത്തരം നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കും. മത്സ്യബന്ധനം നടത്തുന്ന ഇതര സംസ്ഥാന ബോട്ടുകൾ ജൂൺ 9 മുമ്പ് തീരം വിടണം. ട്രോളിംഗ് നിരോധന കാലത്ത് ബോട്ടുകൾക്ക് ഡീസൽ നൽകുന്നതും വിലക്കിയിട്ടുണ്ട്. ഈ കാലയളവിൽ തൊഴിൽ നഷ്ടമാകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ അനുവദിക്കുന്നതിന് ഫിഷറീസ് വകുപ്പിൽ നിന്ന് പട്ടിക കിട്ടുന്ന മുറയ്ക്ക് സിവിൽ സപ്ലൈസ് നടപടിയെടുക്കും. നിയമലംഘനം തടയാനും നിരോധനം നടപ്പാക്കാനും കൂടുതൽ പോലീസ് സേനയെ ആവശ്യമെങ്കിൽ വിന്യസിക്കുമെന്നും അധികൃതർ അറിയിച്ചു. മീനുകളുടെ പ്രജനന കാലഘട്ടത്തിൽ മത്സ്യസമ്പത്ത് വർദ്ധിക്കാനായാണ് കേന്ദ്ര സർക്കാർ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊച്ചി തീരത്തിനടുത്ത് അറബിക്കടലിൽ മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകളിലുള്ള വസ്തുക്കളുടെ പട്ടിക സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടു. കപ്പലിന് പുറത്തുണ്ടായിരുന്ന 13 കണ്ടെയ്നറിൽ കാൽസ്യം കാർബൈഡായിരുന്നു. 4 കണ്ടെയ്നറിൽ കശുവണ്ടിയാണ് ഉണ്ടായിരുന്നത്. 46 കണ്ടെയ്നറിൽ തേങ്ങയും കശുവണ്ടിയും 87 കണ്ടെയ്നറിൽ തടിയുമായിരുന്നു എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. അതേസമയം കാൽസ്യം കാർബൈഡ് നിറച്ച 8 കണ്ടെയ്നർ കപ്പലിന്റെ അകത്തെ അറയിലാണ്. ഇത് വെള്ളവുമായി ചേർന്നാൽ പെട്ടെന്ന് തീ പിടിക്കുന്ന അസറ്റലിൻ വാതകമായി മാറുമെന്ന വിശദീകരണവുമുണ്ട്. സംസ്ഥാനത്ത് ബക്രീദ് പ്രമാണിച്ചുള്ള സർക്കാർ അവധി ശനിയാഴ്ച മാത്രം. മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. നേരത്തെ ജൂൺ 6-നാണ് ബക്രീദ് പൊതു അവധി പ്രഖ്യാപിച്ചിരുന്നത്. അതേസമയം അവധി റദ്ദാക്കിയതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ബക്രീദിന് 2 ദിവസം അവധി വേണമെന്ന ആവശ്യം നേരത്തെ ഉയർന്നിരുന്നു. എന്നാൽ മാസപ്പിറവി വൈകിയതിനെ തുടർന്ന് ബക്രീദ് ജൂൺ 7-നാണെന്ന് മതപണ്ഡിതർ അറിയിച്ചു. ഈ സാഹചര്യത്തിലാണ് സർക്കാർ അവധി ശനിയാഴ്ചയിലേക്ക് മാറ്റിയത്. സ്കൂളുകൾക്കും ശനിയാഴ്ച തന്നെയായിരിക്കും അവധി. വെള്ളിയാഴ്ച സ്കൂളുകൾക്ക് പ്രവൃത്തി ദിവസമായിരിക്കും. എന്നാൽ നേരത്തെ പ്രഖ്യാപിച്ച പെരുന്നാൾ അവധി റദ്ദാക്കിയതിൽ പ്രതിഷേധവും ഉയരുകയാണ്. വെള്ളിയാഴ്ച അവധിയായി പ്രഖ്യാപിക്കണമെന്നും പെരുന്നാൾ ശനിയാഴ്ച ആയതിനാൽ പ്രത്യേക അവധി നൽകേണ്ടി വരുന്നില്ലെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. പെരുന്നാൾ അവധി റദ്ദാക്കിയത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് തുല്യമാണെന്ന് ഷാഫി പറമ്പിൽ MP-യും പ്രതികരിച്ചു. വിദ്യാർത്ഥികളുടെ ബക്രീദ് അവധി കവർന്നത് പ്രതിഷേധാർഹമാണെന്ന അധ്യാപക സംഘടനയായ KPSTA-യും വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ നിർണായക തെളിവുകൾ പോലീസിന്. ആത്മഹത്യ ചെയ്ത യുവതിയുടെ ഫോണിന്റെ പാസ്വേഡ് പോലീസിന് ലഭിച്ചു. പ്രതി സുഗാന്താണ് പാസ്വേഡ് കൈമാറിയത്. സുഗാന്തിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു.
പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പാസ്വേഡ് അറിയാമെന്ന് സുഗാന്ത് സമ്മതിക്കുകയായിരുന്നു. യുവതിയുടെ മരണത്തിന് തൊട്ടു മുൻപ് വരെ സുഗാന്തുമായി സംസാരിച്ചിരുന്ന ഫോണിന്റെ പാസ്വേഡാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇതോടെ കേസുമായി ബന്ധപ്പെട്ട പ്രധാന തെളിവുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. നിലവിൽ സുഗാന്തിന്റെ ഫോണിൽ നിന്നുള്ള വിവരങ്ങളാണ് പോലീസിന്റെ പക്കലുള്ളത്. സുഗാന്തിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. 10 വർഷത്തിലേറെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. IB ഉദ്യോഗസ്ഥയെ സുഗാന്ത് മാനസികമായി പീഡിപ്പിക്കുകയും വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. യുവതിയിൽ നിന്നും സുഗാന്ത് പലതവണ പണം കൈപ്പറ്റിയതിന്റെ ബാങ്കുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് സുഗാന്ത് പോലീസിൽ കീഴടങ്ങിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. 24 മണിക്കൂറിനിടെ 114 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്ത് മൊത്തം രോഗികളുടെ എണ്ണം 1487 ആയി. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കോവിഡ് രോഗികളിൽ വലിയൊരു ശതമാനവും കേരളത്തിലാണ്. ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ഐസൊലേഷൻ വാർഡുകൾ, വെന്റിലേറ്ററുകളുടെ ലഭ്യത, ഓക്സിജൻ വിതരണം, അവശ്യ മരുന്നുകളുടെ ലഭ്യത എന്നിവയെല്ലാം പരിശോധിച്ച് ഉറപ്പാക്കണമെന്ന് കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പനി ബാധിച്ച് ആശുപത്രിയിൽ എത്തുന്നവർ കോവിഡ് പരിശോധന നടത്തണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ശ്വാസതടസ്സം, കടുത്ത നെഞ്ചുവേദന, രക്തസമ്മർദ്ദം കുറയൽ, തലചുറ്റൽ മുതലായ ലക്ഷണങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പനിക്ക് ചികിത്സ തേടുന്നവർ ആന്റിജൻ ടെസ്റ്റ് നടത്തണം. ഫലം നെഗറ്റീവ് ആണെങ്കിൽ RT-PCR പരിശോധന വേണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡ് രോഗികളെ ആശുപത്രികളിൽ പ്രത്യേക വാർഡിൽ പാർപ്പിക്കണം. സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളോട് മോക്ക് ഡ്രിൽ നടത്താനും നിർദ്ദേശമുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിറിന് പോലീസ് നോട്ടീസ്. 14 ദിവസത്തിനകം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം. സൗബിന് പുറമെ നിർമ്മാതാക്കളായ ബാബു ഷാഹിറിനും ഷോൺ ആന്റണിക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ യുവജന വിഭാഗമായ അയുതിന്റെ കേരളത്തിലുള്ള വിവിധ യൂണിറ്റുകളിലെ സംയോജകർക്കായി അമൃതപുരിയിൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ വച്ച് നടന്ന ക്യാമ്പ് അമൃത വിശ്വവിദ്യാപീഠം CIR വിഭാഗം മേധാവി ബ്രഹ്മചാരി വിശ്വനാഥാമൃത ചൈതന്യ, അയുത് ദേശീയ നിർവാഹക സമിതി അംഗങ്ങളായ ബ്രഹ്മചാരി വേദവേദാമൃത ചൈതന്യ, ബ്രഹ്മചാരിണി വാഗീശാമൃത ചൈതന്യ, വിനോദ് മേനോൻ, നരീന്ദർ ആനന്ദ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥൻ കേണൽ ഡിന്നി, ബ്രഹ്മചാരി ശിവാനന്ദൻ, ബ്രഹ്മചാരി വിവേക് വിജയൻ, രാധിക ഷെട്ടി തുടങ്ങിയവർ വിവിധ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ പരിസ്ഥിതി മിത്രം അവാർഡ് അമൃത വിശ്വവിദ്യാപീഠത്തിന്. എൻവയോൺമെന്റൽ കൺസർവേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിഭാഗത്തിൽ കാഴ്ചവെച്ച മികച്ച പ്രകടനം കണക്കിലെടുത്താണ് പുരസ്കാരം. ലോക പരിസ്ഥിതി ദിനത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയിൽ നിന്നും അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസ് ഡയറക്ടർ ബ്രഹ്മചാരി ദേവിദാസ ചൈതന്യ അവാർഡ് ഏറ്റുവാങ്ങി. സുസ്ഥിര മാലിന്യ സംസ്കരണ രീതികൾ, പരിസ്ഥിതി സൗഹൃദ ഗവേഷണങ്ങൾ, കമ്പോസ്റ്റിംഗ്, റീസൈക്ലിംഗ്, ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, സീറോ വേസ്റ്റ്, സൗഖ്യം, റീയൂസബിൾ പാഡ്സ് തുടങ്ങിയ സംരംഭങ്ങളിലൂടെ അമൃതപുരി ക്യാമ്പസ് നടത്തിയ പ്രവർത്തനങ്ങളാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത്. ലോക പരിസ്ഥിതി ദിനത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയിൽ നിന്നും അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസ് ഡയറക്ടർ ബ്രഹ്മചാരി ദേവിദാസ ചൈതന്യ, അമൃത സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ഡീൻ ഡോക്ടർ ബാലകൃഷ്ണൻ ശങ്കർ, അസോസിയേറ്റ് ഡീൻ ഡോക്ടർ SN ജ്യോതി, അമൃത സസ്റ്റൈനബിൾ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് സെന്റർ വിഭാഗം മേധാവി ബ്രഹ്മചാരി രാകേഷ്, വിഷ്ണു വിജയ്, S നിതിൻ എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. പരിസ്ഥിതി സൗഹാർദ്ദമായി പെരുമാറുക എന്നതാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടതെന്ന് അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസ് ഡയറക്ടർ ബ്രഹ്മചാരി ദേവിദാസ ചൈതന്യ പറഞ്ഞു. അമ്മ പറയാറുണ്ട്, പരിസ്ഥിതി നന്നാക്കാനായിട്ട് ആദ്യം വേണ്ടത് മനസ്ഥിതി നന്നാവലാണെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ടോക്കിലും പ്രധാനമായിട്ടും അവർ പറയുന്നുണ്ടായിരുന്നു ആറ്റിറ്റ്യൂഡ് എന്നുള്ള കാര്യം. അത് മനസ്ഥിതി തന്നെയാണ്. അപ്പോൾ വാസ്തവത്തിൽ ശരിക്കും ഇതിന് സമഗ്രമായിട്ടൊരു മാറ്റം വരണമെങ്കിൽ ഓരോരുത്തരുടെയും മനസ്ഥിതിയിൽ ഈ പരിസ്ഥിതിയോട് സൗഹൃദമായി പെരുമാറണം എന്നുള്ളത് എല്ലാവരുടെയും സംസ്കാരത്തിൻ്റെ ഭാഗമാവണം. അമ്മയുടെ അനുഗ്രഹത്തോടെ ക്യാമ്പസിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നടത്തിയ പ്രവർത്തനമാണ് അവാർഡിന് അർഹമാക്കിയതെന്ന് ബ്രഹ്മചാരി രാകേഷ് പറഞ്ഞു. വർഷങ്ങളായിട്ട് പ്ലാസ്റ്റിക്കിൽ നിന്നും വേസ്റ്റിൽ നിന്നും എങ്ങനെ
വിവേകത്തോടെ നമുക്ക് ഓരോ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാമെന്ന് അമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അമൃത യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്തെടുത്ത ഈ മൾട്ടി ലെയർ പ്ലാസ്റ്റിക്സ് വെച്ചിട്ട് ബാഗ്സ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ള വിവിധ പ്രോഡക്റ്റ്സ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയതിൻ്റെ പേരിലാണ് ഇങ്ങനത്തെ ഒരു അവാർഡിന് അർഹമായത്. പരിസ്ഥിതി സംരക്ഷണ മേഖലയിലെ മികച്ച സംഭാവനകൾ നൽകുന്ന സ്ഥാപനങ്ങൾക്കായി കേരള സംസ്ഥാന സർക്കാരും പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റും ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് പരിസ്ഥിതി മിത്രം അവാർഡ്. 1,00,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. സംസ്ഥാന സർക്കാർ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റിന്റെയും യൂണിസെഫിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ പരിസ്ഥിതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി സാംബശിവറാവു IAS, പരിസ്ഥിതി വകുപ്പ് ഡയറക്ടർ സുനിൽ പമിടി IFS, കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ എസ് ശ്രീകല എന്നിവർ പങ്കെടുത്തു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി വൃത്തി 2025 ക്ലീൻ കേരള കോൺക്ലേവിലും ജില്ലാതല പരിപാടികളിലും പഞ്ചായത്ത് തല പരിപാടികളിലും അമൃത വിശ്വവിദ്യാപീഠം മികച്ച സ്ഥാപനമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കശ്മീർ കത്ര തീവണ്ടി യാത്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. ലോകത്തിലെ 8ാമത്തെ അത്ഭുതമെന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലവും മോദി നാടിന് സമർപ്പിക്കും. നൂറ്റാണ്ടിന്റെ വിസ്മയമായ ശിവാലിക് താഴ്വരയിലെ കഠിന വഴികളിലൂടെ തീവണ്ടിപ്പാത നിർമ്മിക്കാൻ 1 നൂറ്റാണ്ട് മുൻപ് കശ്മീരിലെ രാജാക്കന്മാർ കണ്ട സ്വപ്നമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. കശ്മീരിലെ സങ്കൽദാനിൽ നിന്ന് റിയാസി ജില്ലയിലെ കത്രയിലേക്കാണ് റെയിൽപാത. വന്ദേ ഭാരതാണ് ആദ്യം ഓടുക. ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് പാലം എന്ന വിശേഷണമുള്ള ചെനാബ് പാലത്തിലൂടെയാണ് പാത. ചെനാബ് പാലത്തിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ജമ്മു കശ്മീരിലെ ഉധംപൂർ, ശ്രീനഗർ, ബരാമുള്ള റെയിൽവേ ലിങ്ക് പദ്ധതിയുടെ ഭാഗമാണ് ചെനാബ് പാലം. കത്രയിലേക്കുള്ള പാതയിലാണ് ഈ പാലം. വൈഷ്ണവോ ദേവി ക്ഷേത്രം ഉൾപ്പെടുന്ന കത്ര പ്രദേശത്തേക്ക് ദിവസവും ഒട്ടേറെ ഭക്തരാണ് എത്തുന്നത്. ഇതുവരെ കാൽനടയായോ ബോട്ട് മാർഗമോ എത്തിയിരുന്നിടത്താണ് ഇനി ട്രെയിൻ എത്തുക. 272 കിലോമീറ്റർ ദൈർഘ്യത്തിൽ 38 തുരങ്കങ്ങളും 927 പാലങ്ങളുമുള്ള കശ്മീർ റെയിൽവേ പദ്ധതിയുടെ ഭാഗമാണ് ഈ പാത. ആധുനിക കാലത്തെ നിർമ്മാണ അത്ഭുതങ്ങളിലൊന്നായാണ് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളുമായി കശ്മീർ താഴ്വരയെ ആദ്യമായി ബന്ധിപ്പിക്കുന്ന പാലമെന്ന സവിശേഷതയും ചെനാബ് പാലത്തിനുണ്ട്. 1892 മാർച്ച് 1 മഹാരാജ് പ്രതാപ് സിംഗ് ആണ് ജമ്മു ശ്രീനഗർ റെയിൽപാലത്തിന് ആദ്യമായി തറക്കല്ലിട്ടത്. പിന്നീട് 1898 മഹാരാജ രൺബീർ സിംഗ് ജമ്മു ശ്രീനഗർ റെയിലിന് വീണ്ടും തറക്കല്ലിട്ടു. ഇതോടെ കശ്മീർ താഴ്വരയിലേക്ക് ഒരു റെയിൽപാലം എന്ന ആശയം ആദ്യമായി ഉയർന്നുവന്നു. 2002 കേന്ദ്ര സർക്കാർ ഈ റെയിൽപാത ഒരു ദേശീയ പദ്ധതിയായി പ്രഖ്യാപിച്ചു. 2024 പദ്ധതി പൂർത്തീകരിക്കുകയും കഴിഞ്ഞ വർഷം വന്ദേ ഭാരത് ആദ്യ ട്രെയിൻ റൺ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, അമൃത TV. ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് പുതിയ മരങ്ങൾ നടുന്നതിനൊപ്പം നിലവിലുള്ള മരങ്ങൾ സംരക്ഷിക്കാനും പൊതുസമൂഹം തയ്യാറാകണമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് ആവശ്യപ്പെട്ടു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പ് എറണാകുളം ജില്ലാ കാര്യാലയം കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച വൃക്ഷത്തൈ നടീൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം എന്ന ആശയത്തോട് നീതി പുലർത്താൻ എല്ലാവരും തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സംഗീത R അധ്യക്ഷയായിരുന്നു. ജില്ലാ ഓഫീസർ പ്രിയദർശിനി PD, അഡീഷണൽ ജില്ലാ ഓഫീസർ പുഷ്പലത തുടങ്ങിയവർ പങ്കെടുത്തു. മധു അമ്പാട്ടിന്റെ ദൃശ്യചാരുതയിൽ വ്യത്യസ്തമാകുന്ന ചിത്രം മലവാഴി ശ്രദ്ധേയമാകുന്നു. ബോബൻ ഗോവിന്ദൻ സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ കഥ OK ശിവരാജന്റെയും രാജേഷ് കുർമാലിയുടേതുമാണ്. തിരക്കഥാ സംഭാഷണം നിർവഹിച്ചിരിക്കുന്നതും രാജേഷാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ മണ്ണ്, പെണ്ണ്, കല, പൈതൃകം എന്നിവയെ ചൂഷണം ചെയ്യപ്പെടുന്ന മാഫിയകളോട് പടപൊരുതി ജീവിക്കേണ്ടി വരുന്ന ഒരു പറ്റം മനുഷ്യരുടെ കഥയാണ് ചിത്രത്തിലൂടെ പറയുന്നത്. തിയേറ്റർ ആർട്ടിസ്റ്റായ ദേവാദാസ് പ്രധാന വേഷത്തിലെത്തുന്നു. സംസ്ഥാന അവാർഡ് ജേതാവ് CG പ്രദീപാണ് നായിക. ഗുരു സോമസുന്ദരം, IM വിജയൻ, സുന്ദരപാണ്ഡ്യൻ, മോഹൻ സിത്താര, രാജൻ പൂത്തറയ്ക്കൽ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്.